ഒരു ചെറിയ വീഡിയോ ക്ലിപ്പാണ്. അതിൽ ഒരു പ്രൊട്ടസ്റ്റൻ്റ് പള്ളി, ചെറിയ പള്ളിയാണ്, സൺഡേ സർവീസ് തുടങ്ങാൻ പോകുന്നു. അപ്പം മുഷിഞ്ഞ വേഷം ധരിച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ പാസ്റ്റർ അദ്ദേഹത്തോട്ട് ഇരിക്കാൻ പറയുന്നു. ആ സമയത്ത് ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിലിടുന്ന വെച്ചാൽ ഒരു റിച്ച് ആയിട്ടുള്ള സ്ത്രീ. അവർ പാസ്റ്ററിനെ മാറ്റി നിർത്തിയിട്ട് പറയും, ഇങ്ങനെയുള്ള ആൾക്കാരെ പള്ളിയിൽ വിളിച്ച് കയറ്റാൻ പറ്റില്ല, അയാൾ ഇവിടെ ഇരുത്തുകയാണെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും. പിന്നെ ഓർക്കണം, എൻ്റെയൊക്കെ പൈസ കൊണ്ടാണ് ഈ പള്ളി പണിതിട്ടുള്ളത്. ഈശോ ഇന്നത്തെ ഗോസ്പലിൽ പറയുന്ന ധൂർത്തുപുത്രൻ്റെ ഉമ്മയിലെ 2 മക്കളെ നമുക്ക് ഈ സീക്വൻസിൽ കാണാൻ പറ്റും. ധൂർത്തപുത്രൻ എന്ന് പറയുന്ന സ്വത്ത് മുഴുവൻ ധൂർത്തടിച്ച് തിരിച്ചു വരുന്ന മകൻ എന്ന് പറയുന്ന ഈ മുഷിഞ്ഞ വേഷം ധരിച്ച മനുഷ്യനാണ്. അപ്പൻ്റെ കൂടെ നിന്ന മൂത്ത മകൻ എന്ന് പറയുന്നത് ഈ റിച്ച് ആയിട്ടുള്ള സ്ത്രീയാണ്. ഇന്നത്തെ ഉപമയ്ക്ക് പള്ളി പോകുന്നവരും പള്ളി പോകാത്തവരും എന്ന് പേരിടാനാണ് എനിക്കിഷ്ടം. പള്ളി പോകുന്നവനെന്ന് പറയുന്നത് മൂത്തപുത്രനാണ്, പള്ളി പോകാത്തവൻ അത് ധൂർത്തപുത്രനാണ്. ഈശോ ആരുടെ കൂടെയാണ് നിന്നത്? ഈശോ പള്ളി പോകാത്തവരുടെ കൂടെ കൂട്ടുകൂടിയ ആളാണ്. അതേ സമയത്ത് പള്ളി പോകുന്ന ആൾക്കാരോട് നിരന്തരമായിട്ട് ഈശോ കലഹിക്കുന്നതാണ്. ഫരിസേയരും റിലീജിയസ് ലീഡേഴ്സും ഇവരായിട്ട് ഈശോ നിരന്തരം കലഹിക്കുന്നുണ്ട്. ഇന്നത്തെ ഉപമ പോലും ഈശോ പറയുന്നത് ഇവർക്ക് വേണ്ടിയാണ്, ഇവരെതിർത്തുകൊണ്ടാണ്. കാരണം ഈ മൂത്തപുത്രൻ വീട്ടിൽ കയറാതെ വഴക്കിട്ട് നിന്നിട്ട് എന്താ പറയുന്നത്? ഇത്ര വർഷം ഞാൻ നിൻ്റെ കൂടെ നിന്നു, നിനക്ക് വേണ്ടി ദാസ്യപ്പണിയൊക്കെ ചെയ്തു, എന്നിട്ട് നീ എനിക്ക് വേണ്ടി ഒരു വിരുന്ന് പോലും നടത്തിയില്ലല്ലോ. പക്ഷേ അവൻ സ്വത്ത് മുഴുവൻ ദൂർത്തടിച്ച് തിരിച്ചു വന്നവനാണ്, അവന് വേണ്ടി നീ കൊടുത്ത കാളക്കുട്ടിയെ കൊന്നു. ഇതാണ് ഈ പള്ളി പോകുന്നവൻ്റെ സങ്കടം എന്ന് പറയാം. ജെറമി മേയേഴ്സ് എന്നുള്ള ബൈബിൾ പ്രീച്ചർ പറയുന്നുണ്ട്, ജീസസ് കെയിം ഹിയർ ടു റെസ്ക്യൂ അസ് ഫ്രം റിലിജൻ. മതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് ഈശോ ഈ ഭൂമിയിൽ വന്നത്. കാരണം മതം ചിലപ്പോൾ നമ്മളിങ്ങനെ അന്തരാക്കി കളയും. നമ്മൾ ചുറ്റുമുള്ള നന്മകൾ കാണുന്നതിന് പകരം നമ്മളെ തന്നെ നീതീകരിക്കുന്ന കുറേ കാര്യങ്ങളും മറ്റുള്ളവരെ താത്തുകയും ചെയ്യും. ശരിക്കും നമ്മൾ പന്നിക്കൂട്ടിലാണ് തിരിച്ചറിയുക. നമുക്ക് നേരം വെളുത്തിട്ടില്ലെന്നേ ഉള്ളൂ.